നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൾസ് മോഡുലേഷൻ ടെക്നിക്സ് ആണ്. ഇൻ പൾസ് മോഡുലേഷൻ, carrier signal is a discrete pulse train instead of sine wave. Then we know a pulse is characterized by its amplitude, duration or width and position. Then if some parameter of a pulse train is varied in accordance with the amplitude of a modulating signal, then that type modulation is called pulse modulation. Depending upon the parameter which is varied in accordance with the signal, we have three types of modulation: pulse amplitude modulation, pulse width modulation and pulse position modulation. Let's first consider the case of pulse amplitude modulation technique or PAM technique. In pulse amplitude modulation technique, the amplitude of the pulse is changed in accordance with the amplitude of the modulating signal at a sampling instant. Then depending upon the shape of the pulse amplitude modulated signal, there are three types of PAM techniques. First one, ideally or instantaneously sampled PAM. Second one, naturally sampled PAM. And third one, flat top sampled PAM. ഇതിൽ ഫസ്റ്റ് കേസ് ഐഡിയൽ പി എ എമ്മിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ നേരത്തെ പഠിച്ച സാമ്പിളിംഗ് പ്രോസസ്സിൽ നമ്മൾ കൺസിഡർ ചെയ്തത് ഐഡിയൽ സാമ്പിളിങ്ങിൻ്റെ കേസാണ്. അതായത് ഒരു ഇമ്പൾസ് ട്രെയിൻ യൂസ് ചെയ്തിട്ട് സാമ്പിൾ ചെയ്യുന്ന കേസ്. Then in natural sampling, the top of the pulse is kept same as of analog signal in that pulse duration. Then in flat top sampling, the signal is sampled and held for pulse duration, and this is done by using sample and hold circuit. Let's now try to understand the pulse amplitude modulation technique by using waveforms. ഒരു പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ കേസിൽ വരുന്ന വേവ് ഫോംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് മോഡുലേറ്റിംഗ് സിഗ്നൽ കാണാം. മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു അനലോഗ് സിഗ്നലാണ്. അത് നമ്മളൊരു സൈനസോയിഡൽ ഷേപ്പിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ കരിയർ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു പൾസ് ട്രെയിൻ ആണ്. ഈക്വൽ ആംപ്ലിറ്റ്യൂഡിലുള്ള ഒരു പൾസ് ട്രെയിൻ ആണ് കരിയർ സിഗ്നലായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. Then we know in PAM the amplitude of the carrier pulses are varied in accordance with the instantaneous amplitude of the modulating signal. ഈ കരിയർ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, അതായത് ഒരു പൾസ് കൺസിഡർ ചെയ്യുക. ആ ഒരു പൾസിൻ്റെ ഡ്യൂറേഷനിൽ നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ എങ്ങനെയാണോ ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യും. ദെൻ അടുത്ത പൾസ് കൺസിഡർ ചെയ്യുക. ആ ഒരു പൾസിൻ്റെ ഡ്യൂറേഷനിൽ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണോ ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു സെക്കൻഡ് പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പൾസുകളുടെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ കിട്ടും. ഓക്കെ, അതായത് ഓരോ പൾസിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വെച്ചിട്ട് മാറ്റുകയാണ്. സോ ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിളിംഗ് പ്രോസസ്സിന് സിമിലർ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് സിസ്റ്റം ദ സിഗ്നൽ ഈസ് സാമ്പിൾഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ആൻഡ് ഈച്ച് സാമ്പിൾ ഈസ് മെയ്ഡ് പ്രൊപ്പോർഷണൽ ടു ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി സിഗ്നൽ അറ്റ് ദി ഇൻസ്റ്റൻറ്റ് ഓഫ് സാമ്പിളിംഗ്. ദെൻ ഈ ഫിഗറിൽ നമുക്ക് രണ്ട് ടൈപ്പ് പി എ എം സിഗ്നൽസ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ നാച്ചുറലി സാമ്പിൾഡ് പി എ എം സിഗ്നൽ, സെക്കൻഡ് വൺ ഫ്ലാറ്റ് ടോപ്പ് സാമ്പിൾഡ് പി എ എം സിഗ്നൽ. ഫസ്റ്റ് നാച്ചുറലി സാമ്പിൾഡ് പി എ എം സിഗ്നൽ കൺസിഡർ ചെയ്യാം. ഈ ഒരു നാച്ചുറലി സാമ്പിൾഡ് പി എ എം സിഗ്നൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ കരിയർ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ആൻഡ് ഇൻ ദിസ് കേസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി പൾസ് ഈസ് എക്സാക്ട്ലി സെയിം ആസ് ദാറ്റ് ഓഫ് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ ഇൻ ദാറ്റ് ഡ്യൂറേഷൻ. ഓരോ പൾസിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് ആ ഒരു ഡ്യൂറേഷനിൽ നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ എങ്ങനെയാണോ ചേഞ്ച് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു നാച്ചുറലി സാമ്പിൾഡ് പി എ എം സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ഈ പി എ എം സിഗ്നലിൽ ഈ പൾസുകളുടെ ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിരിക്കും, കോൺസ്റ്റൻറ്റ് ലെവലിലായിരിക്കില്ല ഇരിക്കുന്നത്. ഈ പൾസുകളുടെ ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ദെൻ ഫ്ലാറ്റ് ടോപ്പ് സാമ്പിൾഡ് പി എ എം സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ പി എ എം സിഗ്നലിൽ ഈ പൾസുകളുടെ ആംപ്ലിറ്റ്യൂഡ് ഓരോ കോൺസ്റ്റൻറ്റ് ലെവൽസിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫോമിലുള്ള വേവ് ഫോം നമ്മൾ അച്ചീവ് ചെയ്യുന്നത് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ്.
അതായത് നമ്മൾ സാമ്പിൾ ചെയ്യുന്നു, ആ സാമ്പിൾ ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിലെ ആംപ്ലിറ്റ്യൂഡ് എന്താണോ ആ ഒരു ആംപ്ലിറ്റ്യൂഡ് ലെവലിൽ തന്നെ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. സോ ഒരു കോൺസ്റ്റൻറ്റ് ലെവൽ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ഓരോ പൾസിനും വരുന്നത്. സോ നാച്ചുറലി സാമ്പിൾഡ് PAM സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ PAM സിഗ്നലിൽ ഈ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ഫോമിലായിരിക്കും. ഫ്ലാറ്റ് ടോപ്പ് സാമ്പിൾഡ് PAM സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഈ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻറ്റ് ലെവൽസിലായിരിക്കും ഇരിക്കുന്നത്. Let's now consider the generation of PAM signal. Here the signal to be converted to PAM is fed through switch which is controlled by a pulse train, and this pulse train is our carrier signal. Then when the pulse is present or when the pulse train signal is high, the switch is closed, and when the pulse is absent or when the pulse train signal is at its low level, the switch is open. And with this control action of the switch, we get pulse amplitude modulated waveform at the output terminal of the switch, and this pulse amplitude modulated signal can be passed through a pulse shaping network to obtain the flat top output. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ ഒരു സ്വിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് PAM സിഗ്നൽ ഒബ്റ്റെയിൻ ചെയ്യാം. നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ ഒരു സ്വിച്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ദെൻ ആ സ്വിച്ചിനെ ഓൺ ഓഫ് ചെയ്യുന്നത് നമ്മുടെ കരിയർ സിഗ്നൽ അല്ലെങ്കിൽ നമ്മുടെ പൾസ് ട്രെയിൻ യൂസ് ചെയ്തിട്ടാണ്. സോ നമ്മുടെ കരിയർ സിഗ്നൽ ഹൈ ആകുമ്പോൾ സ്വിച്ച് ക്ലോസ്ഡ് ആയിരിക്കും. സോ നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആ ഒരു ഡ്യൂറേഷനിലെ പോർഷൻ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. ദെൻ നമ്മുടെ പൾസ് ട്രെയിൻ ലോ ആകുമ്പോൾ നമ്മുടെ സ്വിച്ച് ഓഫ് ആയിരിക്കും. സോ ഔട്ട്പുട്ട് 0 ലെവലിലായിരിക്കും. ദെൻ എഗെയിൻ നമ്മുടെ പൾസ് ട്രെയിൻ പിന്നെയും ഹൈ ലെവലിലേക്ക് വരുമ്പോൾ ആ ഒരു ഡ്യൂറേഷനിലെ മോഡുലേറ്റിംഗ് സിഗ്നൽ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. ദെൻ അങ്ങനെ ഈ ഒരു സ്വിച്ചിനെ ഓൺ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു PAM മോഡുലേറ്റഡ് സിഗ്നൽ ഒബ്റ്റെയിൻ ചെയ്യാം. ദെൻ ഒരു പൾസ് ഷേപ്പിംഗ് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് ഈ പൾസുകളുടെ ആംപ്ലിറ്റ്യൂഡിനെ നമുക്ക് ഫ്ലാറ്റ് ടോപ്പ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. ലെറ്റ്സ് നൗ കൺസിഡർ ദി പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നിക്. In pulse width modulation or pulse duration modulation or pulse length modulation, the width of the pulse changes according to the instantaneous amplitude of the modulating signal at the sampling instant. So here the width of the pulse varies but have constant amplitude and have a variable time. When we compare this with PAM, in PAM the width was kept constant and the amplitude was changing. And in pulse duration modulation or pulse width modulation, the width of each pulse is proportional to the instantaneous amplitude of the modulating signal. As we can see in the figure, the widest pulse represents the largest positive sample and the narrowest pulse represents the most negative sample. ഓക്കെ, സോ ഈ ഫിഗറിൽ കാണുന്നത് പോലെ നമ്മുടെ കരിയർ പൾസിൻ്റെ വിഡ്ത്ത് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കരിയർ പൾസിൻ്റെ വിഡ്ത്ത് കൂടി വരും. ഓക്കെ, ദെൻ നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കരിയർ പൾസിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു വരും. ഓക്കെ, അതാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. സോ ഏറ്റവും വൈഡായിട്ടുള്ള പൾസ് നമുക്ക് കിട്ടുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ലാർജസ്റ്റ് ആംപ്ലിറ്റ്യൂഡ് പോയിന്റിലായിരിക്കും. അതേപോലെ തന്നെ ഏറ്റവും നാരോവസ്റ്റ് ആയിട്ടുള്ള പൾസ് നമുക്ക് കിട്ടുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ലോ ആംപ്ലിറ്റ്യൂഡ് പോയിന്റിലായിരിക്കും. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നിക്കിനെ പറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഈ സ്ലൈഡ് 7-ൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കുക. Next, we are going to study about pulse position modulation. In pulse position modulation, all the pulses have the same constant amplitude and pulse width, but the position of the pulse is varied. And here, the position of the pulse changes according to the amplitude of the modulating signal of the sampling instant. With increasing amplitude of the modulating signal, the pulses shift to right, and with decreasing amplitude of the modulating signal, the pulses shift to left from the reference position. ഓക്കെ, സോ പൾസ് പൊസിഷൻ മോഡുലേഷൻ ടെക്നിക്കിൽ പൾസിൻ്റെ പൊസിഷൻ നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നു. ഇത് ആക്ച്വലി നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ആദ്യം നമ്മൾ പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് സിഗ്നൽ ഒബ്റ്റെയിൻ ചെയ്യും. ദെൻ നമുക്കറിയാം പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് സിഗ്നലിൽ പൾസിൻ്റെ വിഡ്ത്ത് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യും. സോ ഈ വിഡ്ത്ത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ പൾസുകളുടെ ട്രെയിലിംഗ് എഡ്ജിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. ദെൻ പൾസ് പൊസിഷൻ മോഡുലേറ്റഡ് സിഗ്നൽ കിട്ടാനായിട്ട് നമ്മൾ ഈ PWM സിഗ്നലിൻ്റെ
ട്രെയിലിംഗ് എഡ്ജിൽ പൾസിനെ നമ്മൾ പ്ലേസ് ചെയ്താൽ മതി. ഈ ട്രെയിലിംഗ് എഡ്ജിൻ്റെ പൊസിഷൻ നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് പ്രൊപ്പോർഷണലാണ്. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ടാണ് ഈ ട്രെയിലിംഗ് എഡ്ജിൻ്റെ പൊസിഷൻ PWM സിഗ്നലിൽ വന്നിരിക്കുന്നത്. ദെൻ ഈ ട്രെയിലിംഗ് എഡ്ജിൻ്റെ പൊസിഷനിൽ ഓരോ പൾസിനെ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൾസ് പൊസിഷൻ മോഡുലേറ്റഡ് സിഗ്നൽ കിട്ടും. PPM ടെക്നിക്കിനെ പറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഈ സ്ലൈഡ് 9 മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കുക.